ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലോ മാംഗോസ്റ്റീൻ. അന്നേരം ഈ മാംഗോസ്റ്റീൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്നതെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാർ ആരെങ്കിലും ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ മാംഗോസ്റ്റീൻ വിത്ത് നടാനായിട്ട് സീഡ് നടാനായിട്ട് ചൂസ് ചെയ്യേണ്ട നല്ല പഴുത്ത മാംഗോസ്റ്റീൻ പഴത്തിൻ്റെ സീഡ് നോക്കി വേണം എടുക്കാനായിട്ട്. ഓക്കെ, അതിന് ശേഷം ആ സീഡ് നമ്മളെടുത്ത് ഒരു 24 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അതായത് നല്ലപോലെ അതിൻ്റെ പുറത്തെ ഔട്ടർ പാർട്ടൊക്കെ ഒന്ന് കുതിർന്ന് വരണം. അതിനുശേഷം ആ സീഡ് നമ്മളെടുത്ത് ഇതേപോലെ ഒന്ന് മണ്ണിലേക്ക് കുഴിച്ചു വെക്കുക. ഇത് ഓൾറെഡി സ്വല്പം ഒന്ന് ജെർമിനേറ്റഡ് ആയ സീഡായിരുന്നു. അത് ഞാൻ വെള്ളത്തിലിട്ട് ഒരു 2 ദിവസം വെള്ളത്തിൽ വെച്ചു. അതാണ് കുറച്ചൊന്ന് ജെർമിനേറ്റ് ആയിരുന്നു. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചു വെക്കുക. ഇതേപോലെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. ഒരു 2 ദിവസത്തിനുള്ളിൽ ഇത് പെട്ടെന്ന് വളർന്നു വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഒരു വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് മാംഗോസ്റ്റീൻ, അല്ലെങ്കിൽ ഒരു ട്രീ ആണ്. ഇതൊരു 12 ഇഞ്ച് വരെ നീളം വെക്കണമെങ്കിൽ ഏകദേശം ഒരു 2 വർഷം എടുക്കും. അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് ഇത് വളർന്നു വരുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ടിന് വളരെ ടേസ്റ്റിയാണ്. ഇത് കണ്ടോ, ഇതിപ്പം ഒരാഴ്ചയായിട്ട് ഉള്ള ഒരു പ്ലാന്റാണിത്. നട്ടതിന് ശേഷം ഇത് 2 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് കിളിച്ചു വന്നു. പിന്നെ ഇത്രയാകാൻ ഒരാഴ്ച എടുത്തിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വന്നു. ഇതേപോലെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മുതൽ ഒരു 1 ഇഞ്ച് വരെ ഒന്ന് ഡീപ്പായിട്ട് മാത്രം കുഴിച്ചു വെച്ചാൽ മതി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം അതായത് നമ്മൾ മണ്ണിലേക്കൊന്ന് കുഴിച്ചു വെക്കുക. 2 ദിവസത്തിനുള്ളിൽ ഇതേപോലെ കിളിച്ചു വരും. ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നമ്മുടെ ചെടി വളർന്നു വന്നിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ സീഡ് തിരഞ്ഞെടുക്കാൻ നേരം നല്ല പഴുത്ത സീഡ് എടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ നടുക്ക് വശം ഒരു ഓഫ് വൈറ്റ് മുതൽ ഒരു ബ്രൗൺ കളർ പോലെ നമുക്ക് കണ്ടാൽ തോന്നും. അങ്ങനെയുള്ള സീഡ്സ് നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ എത്ര പെട്ടെന്നാണ്, എന്ത് രസം ഇതിൻ്റെ ഇല കാണാനല്ലേ. ഇനി ഇത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് നട്ടു വെക്കാം. നല്ലപോലെ ഇപ്പം നമ്മൾ നടുന്നത് ശരിക്കും അത് നടേണ്ടത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു സോയിലിൽ വേണം. നല്ല വളക്കൂറുള്ള മണ്ണിൽ വേണം നമ്മൾ ഈ മാംഗോസ്റ്റീൻ പ്രത്യേകിച്ച് നടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല വെള്ളം, നമ്മൾ തറയിലാണ് നടുന്നതെങ്കിൽ നല്ലപോലെ നനവുള്ള മണ്ണിൽ, അതായത് എപ്പോഴും നല്ലപോലെ വെള്ളം വീഴുന്ന ഒരു പ്രദേശമാണെങ്കിൽ ഇത് പെട്ടെന്ന് വളർന്നു വരാൻ സഹായിക്കും. ഓക്കെ, അതുപോലെ ഇത് സീഡ് ഇങ്ങനെ കുഴിച്ചു വെക്കാൻ നേരം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴിച്ചു വെച്ചാൽ മാത്രമേ, ഒരുപാട് ഡീപ്പിലൊന്നും കുഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇത്രയും കാര്യമേ ഉള്ളൂ. ഇനി ഇത് കുറച്ചൊന്ന് വലുതായി നല്ലതുപോലെ ഇതിന് വേരൊക്കെ വന്ന് ഈ ചട്ടി നല്ലതുപോലെ ഒന്ന് മൂടിക്കഴിയാൻ നേരം മാത്രം നമുക്ക് നട്ടുവെച്ചാൽ മതി. ഇനി ഇത് ഒരു റീപോർട്ട് ചെയ്യേണ്ട ഏകദേശം ഒരു 2 വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് റീപോർട്ട് ചെയ്താൽ മതി. ഇത് ഏകദേശം 2 വർഷമായ ഒരു തൈയാണിത്. ഇതും ഇതേപോലെ തന്നെ നമ്മൾ സീഡ് ഇട്ട് കിളിപ്പിച്ച ഒരു തൈയാണ്. ഇതിന് 2 വർഷമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 2 വർഷം എടുക്കും ഒരു 15 ഇഞ്ച് 12 മുതൽ 15 ഇഞ്ച് വരെ ഒരു ഹൈറ്റ് വരാൻ വേണ്ടിയിട്ട്. എപ്പോഴും വെള്ളം ഉള്ള ഒരു സ്ഥലം നോക്കി നടുക, അത്രയേ ഉള്ളൂ. പ്രത്യേകം വരണ്ട കാലാവസ്ഥയിൽ ഇത് മാംഗോസ്റ്റീൻ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം നല്ലതുപോലെ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു കുഴപ്പവുമില്ലാതെ തന്നെ അത് കിളിച്ചു വരും. അതുപോലെ തന്നെ പേരയും നമുക്ക് ഇതേപോലെ സീഡ്സൊക്കെ ഇട്ട് പാകി കിളിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പേരയ്ക്കൊക്കെ വർഷം തോറും നമ്മൾ നല്ല വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്നും പേരയും നല്ലതുപോലെ കായ്ച്ച് കിട്ടും. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വേറൊരു വളത്തിൻ്റെ കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ എല്ലാ മാവ്, പേര, അതുപോലെ തന്നെ മാംഗോസ്റ്റീന്, പ്ലാവ്, തെങ്ങ്, ഇതിനെല്ലാം ഒഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ്. അതായത് അമിനോ പ്ലസ് ആണ്, അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ്. നമുക്ക് വീട്ടിൽ തന്നെ ഫിഷ് അമിനോ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന മത്തിയോ അയിലയോ എന്തെങ്കിലും മീനിൻ്റെ ഇത് വെച്ച് നമുക്ക് അമിനോ പ്ലസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് റെഡിമെയ്ഡായിട്ട് ഇപ്പോൾ വാങ്ങാൻ കിട്ടും, ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. ചെടികൾക്കും അല്ലെങ്കിൽ പ്ലാവ്, മാവ്, തെങ്ങ് ഇതിനൊക്കെ പെട്ടെന്നൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒഴിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഒരു കീടനാശിനിയായിട്ട് ചെടികൾക്ക്, പച്ചക്കറികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും വളരെ നല്ലതാണ്. കീടനാശിനിയായിട്ട് നിങ്ങൾ തളിക്കുമ്പോൾ ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ
ഒരു 10 ml എടുത്ത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വളരെ നല്ലതാണ്. ഒരുമാതിരിപ്പെട്ട ഇൻസെക്ട്സ് ഒന്നും പച്ചക്കറികളിൽ വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. തക്കാളി, പയർ, പാവൽ, പടവലം ഇതിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാൻ വളരെ നല്ലതാണ്. ഓക്കെ. പിന്നെ പ്ലാവിനും മാവിനും ഒക്കെ ഒഴിക്കാൻ നേരം കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് നമുക്കതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് വളർന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇത് നമുക്ക് ഒഴിക്കാം. ഇത് ഞാൻ നമ്മുടെ വീട്ടിലെ റോസ് ചെടികൾക്കും മറ്റ് എല്ലാ ബൊഗെയിൻ വില്ലായ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ പച്ചക്കറികൾക്കെല്ലാം യൂസ് ചെയ്യാറുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. അമിനോ പ്ലസ് എന്ന് പറയും. അത് നമുക്ക് വീട്ടിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അതിൻ്റെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ. അപ്പോഴെല്ലാവരും മാംഗോസ്റ്റീനൊക്കെ കഴിച്ചിട്ട് സീഡ്സൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാകി നോക്കുക. ഓക്കെ. 100% കിളിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒന്ന് പാകി നോക്കുക. കിളിച്ച് കഴിയാൻ നേരം നമുക്ക് എടുത്ത് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളർത്തി വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത്. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ ഫ്രണ്ട്സ്. ബൈ.